അപ്പോൾ ഇന്ന് നമ്മൾ കൊഞ്ച് തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും ഒരു പിടി കൊച്ചുള്ളി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്, ഒത്തിരി ചെറുതായിട്ടല്ല, രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിച്ച് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് അതിനകത്ത് നമ്മുടെ തക്കാളി, 2 വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നിങ്ങളുടെ പുളിക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. ഞാനിവിടെ 2 വലുതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളിയും ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കുടംപുളി ഇല്ലെങ്കിൽ പിഴിപുളി ആയാലും മതി കേട്ടോ. നിങ്ങളുടെ ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക ഈ തീയലിനകത്തൊക്കെ മുരിങ്ങയ്ക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം മുരിങ്ങയ്ക്ക ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഇളക്കി അതിനകത്തോട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇപ്രാവശ്യം ചെറിയ കൊഞ്ചാണ് കിട്ടിയത്, അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിപ്പം എത്രയുണ്ടെന്ന് എനിക്ക് അറിയാതെ 1/4 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അത് എല്ലാം ചേർത്ത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒത്തിരി നേരം വേവിക്കേണ്ട, അതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. ചെറുതായിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാനായിട്ട് അടച്ച് വെച്ചേക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പിനുള്ള തേങ്ങ തയ്യാറാക്കാം. അതിന് ഒരു പാത്രത്തിൽ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ക്ഷമയോടെ കുറച്ച് നേരം നിന്ന് ഇളക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരണം. അവസാനം ഏതാണ്ട് ഈ പരുവത്തിന് നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല, നമ്മൾ ആദ്യമേ ചേർത്തത് കൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു പെരിഞ്ചീരകം, അത് ഒരുപാടൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഒരു നുള്ളെടുക്കുമ്പം എത്ര കിട്ടുമോ അത്രയും അങ്ങ് ഇടുക. അതിന് സ്പൂൺ കണക്കൊന്നും എനിക്ക് പറയാനറിയത്തില്ല, കുറച്ചെടുത്തിടുക. അതും ചേർത്ത് വഴറ്റി നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെഴുക് പോലെ അരച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് ഈ മസാല നമ്മുടെ വെന്തിരിക്കുന്ന കറിയിൽ നമ്മുടെ കൊഞ്ചിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഒത്തിരി വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. അരപ്പൊന്ന് കുറുകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. കാരണം കൊഞ്ച് ഓൾറെഡി അത് വെന്തിരിക്കുക. നമ്മളപ്പോൾ ഒത്തിരി നേരം വിട്ട് തിളപ്പിച്ചാൽ ഇതങ്ങ്, ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ പോലെ അങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് അത് നമുക്ക് ആ കറി ഒന്ന് കുറുകാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നേരം അങ്ങ് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അമ്മ അവിടെ ക്ലീനിങ് ഒക്കെയാണ്. അമ്മയ്ക്ക് ഇനി അടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് അമ്മ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തിളച്ചു, അതിലേക്ക് ഒന്ന് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഈ ചട്ടിയിലായതുകൊണ്ട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്താലും അതിരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇരുന്ന് കുറുകിക്കോളും. അതുകൊണ്ട് നമ്മളത് അടുപ്പിൽ തന്നെ വെക്കണമെന്നില്ല. അത്യാവശ്യം ഒരു കുറുകിയ അവസ്ഥ എത്തുമ്പോൾ തന്നെ നമ്മളങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്താൽ വെച്ചാൽ മതി. അത് ഇരുന്ന് അങ്ങ് കുറുകിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഇതിൻ്റെ ഒരു ലുക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ശരി, ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.